എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലിൻസ രാജു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ്. അതിനായിട്ട് ഞാനിവിടെ മുട്ട, മൈദ, പഞ്ചസാര, കൊക്കോ പൗഡർ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, വെജിറ്റബിൾ ഓയിൽ, പാല്, ബേക്കിംഗ് പൗഡർ, വാനില എസൻസ് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ മൈദ, കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ ഇത് മൂന്നും കൂടി ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഇതുപോലെ അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോഫി പൗഡറിലേക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എഗ് വൈറ്റും എഗ് യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റും എഗ് യോക്കും നമ്മളിപ്പോൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഗ് വൈറ്റ് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നല്ല ക്രീം പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എഗ് വൈറ്റ് നന്നായിട്ടൊന്ന് ഹൈ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് പത വന്നതിന് ശേഷം നമ്മൾ പഞ്ചസാര കുറേശ്ശെ ആയി ഇട്ട് കൊടുത്ത് നമ്മളിത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീം പോലെ ആക്കിയെടുക്കണം. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കണം. ഇനി നമുക്ക് എഗ് യോക്കും പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് യോക്കും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പാലും കോഫി പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ തിക്കായിട്ട് തോന്നിയാൽ മാത്രം നമുക്കിനി 1-2 ടീസ്പൂൺ പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ട് ഒരുമിച്ചിട്ട് കൊടുക്കരുത്, കുറേശ്ശെ ഇട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ബീറ്റ് ചെയ്തെടുത്ത എഗ് വൈറ്റ് കുറേശ്ശെയായി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ബീറ്റർ യൂസ് ചെയ്യില്ല, ഒരു സ്പാച്ചില വെച്ചിട്ട് ഇതുപോലെ പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാനിവിടെ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഓയിൽ എടുത്തിട്ട് നമുക്ക് ഈ ട്രേയിൽ മൊത്തം ഒന്ന് പുരട്ടി കൊടുക്കാം. ഇപ്പം നമ്മൾ ബേക്കിംഗ് ട്രേയിലെല്ലാം ഇതുപോലെ
നന്നായിട്ട് എണ്ണ തടവി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു അരിപ്പയിൽ കുറച്ച് മൈദ തൂവിയിട്ട് അത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. അപ്പം നമ്മുടെ ട്രേ കംപ്ലീറ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. എന്നിട്ട് ബാക്കിയുള്ള മൈദ നന്നായിട്ടൊന്ന് കൊട്ടിക്കളയണം. ഇനി ഈ ട്രേയിലേക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനകത്തുള്ള ബബിൾസ് ഒക്കെ പൊട്ടിപ്പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ബേക്കായിട്ട് വരുമ്പോഴത്തേക്കും കേക്കിനകത്ത് നിറച്ച് ഹോൾസ് ആയിരിക്കും, വലിയ വലിയ ഹോൾസ് ഉണ്ടാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഓവൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് 200 ഡിഗ്രിയിൽ 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ഹീറ്റ് കുറച്ചിട്ട് ഒരു 170-180 ഡിഗ്രിയിൽ നമുക്കൊരു 40 തുടങ്ങി 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. താങ്ക്